ആഴിയാഴത്തിൽ ഞാൻ കിടന്നു. ഉയിരിൽ എന്നെ മഴ പിടിച്ചു. ആഴിയാഴത്തിൽ ഞാൻ കിടന്നു. ഉയിരിൽ എന്നെ മഴ പിടിച്ചു. ആദ്യം തിരുക്കരം തേടിയെത്തി. തന്റെ മാറോടു ചേർന്നണച്ചു. ആദ്യം തിരുക്കരം തേടിയെത്തി. തന്റെ മാറോടു ചേർന്നണച്ചു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 37 സങ്കീർത്തനം 8 വാക്യം. കോപം കളഞ്ഞ് ക്രോധം ഉപേക്ഷിക്കുക, മുഷിഞ്ഞു പോകരുത്, അത് ദോഷത്തിന് ഹേതുവാകുകയുള്ളൂ. ദുഷ്ടന്മാരുടെ ഉയർച്ച കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന കോപവും ക്രോധവും ഒഴിവാക്കണമെന്ന് സങ്കീർത്തകൻ ഓർമ്മിപ്പിക്കുന്നു. കോപം ദുഷ്പ്രവൃത്തികളിലേക്ക് മാത്രമേ നയിക്കൂ. പകരം നീതി പുറപ്പെടുവിക്കുകയും ശാശ്വത സമാധാനം നൽകുകയും ചെയ്യുന്ന ദൈവത്തിൽ വിശ്വസിക്കുകയും ആനന്ദിക്കുകയും നമ്മുടെ വഴി അവനിൽ ഫലമേൽപ്പിക്കുകയും ചെയ്യുക. ദൈവത്തിൻ്റെ ന്യായവിധി നീതിയുക്തവും ശാശ്വതവുമാണ്. കോപം, ക്രോധം തുടങ്ങിയ വികാരങ്ങൾ ബലഹീനതയിൽ നിന്നല്ല, മറിച്ച് അവ വിനാശകരവും വിപരീത ഫലകരവുമായതിനാൽ അവയെ നിയന്ത്രിക്കാനുള്ള ആഹ്വാനമാണ് ഈ വാക്യം നമുക്ക് നൽകുന്നത്. കാരണം മോശമായ പ്രവൃത്തികളിലേക്ക് അവ നമ്മെ നയിക്കും. ദുഷ്ടന്മാർ താൽക്കാലികമായി അഭിവൃദ്ധി പ്രാപിച്ചാലും ദൈവിക ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയില്ല. പ്രിയ സ്നേഹിതരെ, ദുഷ്ടതയിലൂടെ നേടുന്ന ലൗകിക നേട്ടങ്ങളും അഭിവൃദ്ധികളും ക്ഷണികമാണ്. എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹവും അവൻ്റെ അനുയായികളുമായുള്ള ബന്ധവും ശാശ്വതവും നിലനിൽക്കുന്നതുമാണ്. അതുകൊണ്ട് കോപവും ക്രോധവും ഉപേക്ഷിച്ച് ദൈവിക പ്രവൃത്തിക്കായി കാത്തിരിക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, ദുഷ്ടതയുടെ ലോകത്തിൽ വ്യത്യസ്തതയോടെ ജീവിക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.